നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി S = 1, 2, 3. ദെൻ നമ്മളതിനെ പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. നമുക്കതിനൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് S. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റ് പ്രിൻ്റായി വന്നു. ഇങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെ പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് S ഓഫ്, നമ്മൾ ആ പൊസിഷൻ പറഞ്ഞു കൊടുക്കുക 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2. അപ്പോൾ 3 ആണ് ആ പൊസിഷനിലിരിക്കുന്ന എലമെൻറ്റ്. നമുക്ക് 3 റിട്ടേൺ ചെയ്ത് വരും. നമുക്ക് നോക്കാം. 3. ഇനി നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് കൊടുത്ത് നോക്കാം. പ്രിൻ്റ് S ഓഫ് -1, -2 കൊടുത്തു. അപ്പോൾ നമുക്ക് വരുന്നത് 2 ആയിരിക്കും. -2 പൊസിഷനിൽ 2. ഈ രീതിയിൽ നമുക്ക് പോസിറ്റീവ് ഇൻഡെക്സിങ് നെഗറ്റീവ് ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ട് ഓരോ എലമെൻറ്റിനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എല്ലാ എലമെൻറ്റിനെയും ഫിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ എലമെൻറ്റിൽ കൂടെ ഒരു തവണ ട്രാവേഴ്സ് ചെയ്യണം. വൺസ് ഒരു തവണ എല്ലാ എലമെൻറ്റിൽ കൂടെ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ for I in S : പ്രിൻ്റ് I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്സിലെ എല്ലാ എലമെൻറ്റിൽ കൂടെ ഒരു തവണ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ലിസ്റ്റിലെ എല്ലാ എലമെൻറ്റിൽ കൂടെ ഒരു തവണ ട്രാവേഴ്സ് ചെയ്തു. ഇനി നമുക്ക് സെയിം ലൈനിൽ 1, 2, 3 എന്ന് പ്രിൻ്റ് ചെയ്ത് വരണം എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ എന്ത് കൊടുക്കണമായിരുന്നു? I, end = ഡബിൾ കോട്ട്സ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഒരു തവണ എല്ലാ, അതായത് 1, 2, 3 എന്ന് താഴെ വന്നതിന് പകരം സെയിം ലൈനിൽ 1, 2, 3 എന്ന് വന്നേനെ. നമുക്ക് നോക്കാം. കണ്ടോ? സെയിം ലൈനിൽ 1, 2, 3 താഴെ വരാതെ 1, 2, 3 എന്ന് സെയിം ലൈനിൽ പ്രിൻ്റായി വന്നു. ഇനി അപ്പോൾ ലിസ്റ്റിലെ എല്ലാ എലമെൻറ്റിൽ കൂടെ ഒരു തവണ ട്രാവേഴ്സ് ചെയ്ത് ലിസ്റ്റിലെ എലമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫോർ ലൂപ്പ് യൂസ് ചെയ്താൽ മതി. ഇതേ രീതിയിൽ ഇനി നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കോൺകാറ്റിനേഷനും അതുപോലെ തന്നെ റെപ്പറ്റീഷനും എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ വേറൊരു ലിസ്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാം. L = 3, 4, 5. ദെൻ നമ്മൾ പ്രിൻ്റ് S + L എന്ന് കൊടുത്തു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് കോൺകാറ്റിനേറ്റ് ചെയ്ത് 1, 2, 3, 3, 4, 5 എന്നുള്ള രീതിയിൽ ഒരൊറ്റ ലിസ്റ്റായിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് റിപ്പറ്റീഷൻ ചെയ്ത് നോക്കാം. പ്രിൻ്റ് S *3 റെപ്പിറ്റേഷൻ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് 1, 2, 3 എന്ന് 3 തവണ പ്രിൻ്റായി വരും. 1, 2, 3, 1, 2, 3, 1, 2, 3 അങ്ങനെ 3 തവണ പ്രിൻ്റായി വന്നിട്ടുണ്ട്. ഇതാണ് റെപ്പിറ്റേഷൻ. ഇനി നമുക്ക് <, സിമ്പിൾസ് യൂസ് ചെയ്ത് നോക്കാം. അതിനു വേണ്ടി നമുക്ക് 2 ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ദെൻ അടുത്ത ലിസ്റ്റ് ഇനി ഞാൻ ലെസ് ദാൻ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാണ്. പ്രിൻ്റ് A ലെസ് ദാൻ B എന്ന് കൊടുത്തു. A ലെസ് ദാൻ B കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യും? ഇവിടെ 1ഉം 2ഉം സിമിലർ ആയിട്ട് രണ്ടെണ്ണത്തിലുണ്ട്, അത് നോക്കണ്ട. ഡിഫറെൻ്റ് ആയിട്ടുള്ളത് 3ഉം 4ആണ്. 3 ലെസ് ദാൻ 4 ആയതുകൊണ്ട് നമുക്കിവിടെ എന്ത് റിട്ടേൺ ചെയ്യും? ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. നമുക്ക് നോക്കാം. ട്രൂ എന്ന് റിട്ടേൺ ചെയ്തു. ഇനി ഇതേ സെയിം കണക്ക് നമുക്ക്
ഈ 3യും 4നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമ്മളിവിടെ 4 ആക്കി, ഇവിടെ 3യും ആക്കി. ഓക്കെ, എന്നിട്ട് റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ഫോൾസ് എന്ന് വന്നു. ഇനി ഇവിടെ നമ്മൾ ലെസ് ദാൻ സിമ്പിൾ മാറ്റി നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ട് കൊടുത്തു. റൺ ചെയ്ത് നോക്കുക. ട്രൂ. നമുക്കിനി ലിസ്റ്റിനകത്ത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിനു വേണ്ടി S=, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ അതിനകത്ത് എലമെൻറ്റ്സ് പറഞ്ഞു കൊടുത്തു. 1 2 then 3 then 4 then 5 ഇത്രയും നമ്മൾ എലമെൻറ്റ് കൊടുത്തു. ഇനി ഞാൻ പറയുകയാണ് പ്രിൻറ്റ് 1 in S. ഓക്കെ, ഇത് തന്നെ ഞാൻ പറയുകയാണ് പ്രിൻറ്റ് 1 not in S. ഓക്കെ, ബ്രാക്കറ്റ് ഇട്ടില്ല, ബ്രാക്കറ്റ് 1 not in S. ഓക്കെ, ഇനി പ്രിൻറ്റ് 5 in 5 ഓൾറെഡി ദർ, നമുക്കില്ലാത്തൊരെണ്ണം കൊടുക്കാം. പ്രിൻറ്റ് 6 in S പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു എലമെൻറ്റും കൂടെ നമുക്ക് പറയാം അല്ലേ? പ്രിൻറ്റ് 6 not in S. നമുക്കിതിൻ്റെ എല്ലാം ഔട്ട്പുട്ട് എന്ത് വരും നോക്കാം. ട്രൂ ഫോൾസ് ഫോൾസ് ട്രൂ എന്ന് വന്നു. ആദ്യം നോക്കിയേ 1 in S. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് 1 in S, കാരണം 1 ഓൾറെഡി ദർ ഇൻ S, അതുകൊണ്ട് നമുക്ക് ട്രൂ വന്നു. ഇനി 1 not in S എന്ന് പറഞ്ഞാൽ 1 ഓൾറെഡി അവിടെ ഉണ്ടെന്നുണ്ട്, നമ്മൾ പറയുകയാണ് ഇല്ല എന്ന്, അതുകൊണ്ട് നമുക്ക് എന്തോന്നു? ഫോൾസ്. ഇനി 6 in S, 6 എന്ന് പറഞ്ഞ സാധനം ലിസ്റ്റിലില്ല, അതുകൊണ്ട് നമുക്ക് എന്തോന്നു? ഫോൾസ് വന്നു. ഇനി 6 not in S, 6 എന്താണ്? ലിസ്റ്റിലില്ല, അങ്ങനെ ഒരു സാധനം നമ്മളില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് തന്നെ വരും? നമുക്ക് ട്രൂ തന്നെ വരും. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് വന്നത്. ട്രൂ ഫോൾസ് ഫോൾസ് ട്രൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. ഇനി നമുക്ക് സ്ലൈസിങ് ഒന്ന് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് S. നമുക്ക് ഫസ്റ്റ് ബേസിക് സ്ലൈസിങ് കൊടുക്കാം. സ്റ്റാർട്ടും എൻഡും നമ്മൾ പറയും 1:3. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? നമ്മൾ സ്റ്റാർട്ടിന് ഒമിറ്റ് ചെയ്തിട്ട് സ്ലൈസ് ചെയ്യാണ്. പ്രിൻറ്റ് സ്റ്റാർട്ട് നമ്മൾ കൊടുക്കുന്നില്ല, പകരം നമ്മൾ എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ? എൻഡ് മാത്രം കൊടുക്കുന്നുള്ളൂ. നമ്മൾ 4 കൊടുത്തു. ഓക്കെ ഓക്കെ ഇനി നമ്മൾ പ്രിൻറ്റ് നമ്മൾ എൻഡ് ഒമിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻഡ് ഒമിറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻഡിൽ വാല്യൂ കൊടുക്കില്ല, പകരം നമ്മൾ സ്റ്റാർട്ടിൽ മാത്രം കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് സ്റ്റാർട്ട് എൻഡും സ്റ്റാർട്ട് ഒമിറ്റും, അതായത് എൻഡ് ഒമിറ്റ് ചെയ്തിട്ടും ചെയ്തു, സ്റ്റാർട്ട് ഒമിറ്റ് ചെയ്തിട്ടും ചെയ്തു. ഇനി നമുക്ക് നെഗറ്റീവ് സ്ലൈസിങ് ചെയ്യാം. പ്രിൻറ്റ് നമ്മൾ നെഗറ്റീവ് സ്ലൈസിങ് ചെയ്യാൻ പോവാണ്. -2 കോളൻ. ഓക്കെ, നമ്മൾ നെഗറ്റീവ് സ്ലൈസിങ്. ഇനി നമുക്ക് ഫുൾ ലിസ്റ്റിനെ സ്ലൈസ് ചെയ്യാം. പ്രിൻറ്റ് S. നമ്മൾ എന്ത് ചെയ്യാണ്? കോളൻ മാത്രം കൊടുക്കും. പ്രിൻറ്റ് S കോളൻ മാത്രം നമ്മൾ കൊടുത്തു. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് സ്ലൈസിങ് ചെയ്യാം. പ്രിൻറ്റ് S. നമ്മൾ എന്താണ്? നമ്മുടെ ഇത് പറഞ്ഞു, നമ്മൾ കോളൻ പറഞ്ഞു, ഇനി എത്ര എണ്ണം ഒമിറ്റ് ചെയ്യണം എന്നുള്ളതും പറഞ്ഞു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം.
നോക്കി 1ഉം 3 ആദ്യത്തെ കേസിൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് 2ഉം 3ആണ്. അതായത് ഫസ്റ്റിൽ നിന്ന് തുടങ്ങണം. ഫസ്റ്റ് പൊസിഷനിൽ ആരായിരിക്കണം 2, ദെൻ എവിടം വരെ പോകണം സെക്കൻഡ് പൊസിഷൻ വരെ. അപ്പം നമുക്ക് എവിടം വരെ പോവും 3 വരെ പോവും. അപ്പോൾ 2ഉം 3ആണ് ഫസ്റ്റിൻ്റെ ഔട്ട്പുട്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞിട്ടില്ല. അത് പറയാത്ത സമയത്ത് നമുക്ക് എവിടെ നിന്ന് തുടങ്ങും, നമ്മുടെ വാല്യൂ 0 എന്ന് തുടങ്ങും. 0 1 2 3 അതായത് 4 എന്നുള്ളത് വരുമ്പോൾ 3 വരെ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടം വരെ വരും, നമുക്ക് എവിടം വരെ വരും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 തുടങ്ങി 1, ദെൻ ഫസ്റ്റ് പൊസിഷനിൽ 2, സെക്കൻഡ് പൊസിഷനിൽ 3, തേർഡ് പൊസിഷനിൽ ആരാ 4. അപ്പോൾ 1 2 3 4 അതാണ് നമ്മുടെ ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്നത്. കണ്ട. ഇനി അടുത്തത് നമ്മൾ എൻഡ് പൊസിഷൻ ഒമിറ്റ് ചെയ്ത് 2ൽ നിന്ന് തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് 0 പൊസിഷനിൽ 1, ഫസ്റ്റ് പൊസിഷനിൽ 2, സെക്കൻഡ് പൊസിഷനിൽ 3. അപ്പോൾ 3ന്ന് തുടങ്ങും. 3 4 5 അതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇനി -2 എന്ന് പറഞ്ഞാൽ ഏതാ -2 എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷൻ, -1 ആണ് 5, -2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഏത് രണ്ടും വരും 4ഉം 5ഉം നമുക്ക് ഔട്ട്പുട്ടിൽ വരും. ഇനി എസ് ഫുൾ ലിസ്റ്റ് സ്ലൈസിങ് ആണ്, അതുകൊണ്ട് എല്ലാ എലമെൻറ്റും വരും. ഇനി സ്റ്റെപ്പ് സ്ലൈസിങ് ആണ്, അതിൽ 2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് 1ൽ നിന്ന് തുടങ്ങും, ദെൻ 2ന് ഒമിറ്റ് ചെയ്യും, ദെൻ 3 വരും, ദെൻ 4ന് ഒമിറ്റ് ചെയ്യും, 5 വരും. ഇതാണ് നമ്മുടെ സ്ലൈസിങ്. അപ്പോൾ ഇത്രയും സ്ലൈസിങ് നമുക്ക് എവിടെ പെർഫോം ചെയ്യാൻ പറ്റും, നമ്മുടെ ലിസ്റ്റിൽ പെർഫോം ചെയ്യാൻ പറ്റും.